ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചെയ്യുന്ന ഓരോ വോട്ടും പ്രധാനമന്ത്രി കൊണ്ടുവരുന്ന വികസനത്തിനു വേണ്ടിയായിരിക്കണമെന്ന് മേജർ രവി. ബിജെപിയിൽ ചേരാനുള്ള ഏക കാരണം നരേന്ദ്രമോദിയാണെന്നും മേജർ രവി പറഞ്ഞു. കൊല്ലത്ത് എൻഡിഎ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച ചാറ്റ് വിത്ത് യുവ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻഡിഎ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജി കൊല്ലം മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം തുടരുന്നതിനിടയിലാണ് കൃഷ്ണകുമാറിന് വോട്ടഭ്യർത്ഥിച്ച മേജർ രവി കൊല്ലത്തെത്തിയത്. രാജ്യത്തിനായി സ്വയം സമർപ്പിച്ച ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എൻഡിഎക്ക് നൽകുന്ന ഓരോ വോട്ടും പ്രധാനമന്ത്രി മോദി നടപ്പിലാക്കുന്ന വികസനത്തിന് വേണ്ടിയുള്ളതാണ്. അല്ലാതെ കടലിൽ കയറി റോട്ടിൽ പ്രയോഗിക്കാൻ വേണ്ടി കൂടുതൽ പോയതൊന്നും നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകില്ല. കടൽ തിരിച്ചു പോവില്ല. സോ ലോജിക്കലി ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരോ പടി നിങ്ങൾ മുന്നോട്ട് പോകണം. അവിടെ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഞാൻ കണ്ടിട്ടുണ്ട് മക്കളെ. പ്രധാനമന്ത്രി പറയാം, ഒരു പ്രധാനമന്ത്രി എൻ്റെ അടുത്ത് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഭരിച്ചിരുന്ന സമയത്ത് അവിടുത്തെ ഹോം മിനിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞതാണ്, എൻ്റെ മകൾക്കൊന്നും പറ്റാൻ പറ്റില്ല, രാജ്യത്തിന്റെ അഭിമാനം പോയാലും പോട്ടെ, നിങ്ങൾ തിരിച്ചു പോകണം. റുബയ സൈദി കിഡ്നാപ്പ് കേസിൽ അവരെ സംരക്ഷിക്കാൻ പോയ കമാൻഡോറിന്റെ ലീഡറായിരുന്നു ഞാൻ. ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. ഇന്ന് നിങ്ങൾക്കൊരു പ്രധാനമന്ത്രിയുണ്ട്. പുൽവാമയിൽ നീ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ അപ്പുറത്തെ ഞങ്ങൾ 300 വരെ നിങ്ങളെ ചൂട്ടുകൊണ്ടിരിക്കും എന്നുള്ളത് ഇതുപോലൊരു പ്രധാനമന്ത്രിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാ ദീപാവലിക്കും പട്ടാളക്കാരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന പ്രധാനമന്ത്രി. തനിക്കൊന്നും വേണ്ട, തൻ്റെ രാജ്യത്തിന് വേണ്ടി മാത്രം എന്നുള്ളത് ഇതിൽ ആകർഷനായിട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ അടുത്ത കാലത്ത് ഞാൻ പാർട്ടിയിൽ ജോയിൻ ചെയ്തത്. വോട്ട് ചെയ്യാത്തവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക എന്നതാണ് പ്രധാന ദൗത്യമെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജി പറഞ്ഞു. നമ്മൾ പണ്ടെപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മൾ ജയിക്കുമോ, നമ്മുടെ വോട്ട് പാഴാവണോ? ഇന്നത് മാറി. ജയിച്ചേ പറ്റൂന്ന് എല്ലാവർക്കും തോന്നി തുടങ്ങി. കാരണം വോട്ട് കൃഷ്ണകുമാറിനല്ല തരുന്നത്, വോട്ട് നരേന്ദ്രമോദിയുടെ വികസനത്തിനാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട 3 തെരഞ്ഞെടുപ്പുകൾ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, അന്ന് എല്ലാവരും പറഞ്ഞു മധ്യപ്രദേശ് നമ്മൾ ഷുവറായിട്ട് ജയിക്കും, പക്ഷേ രാജസ്ഥാൻ സംശയമാണ്, ഛത്തീസ്ഗഡ് കോൺഗ്രസ് ജയിക്കും എന്ന് പറഞ്ഞിരുന്നു. അവിടെയാണ് നരേന്ദ്രമോദിജിയുടെയും സംഘത്തിൻ്റെയും ബലം കാണിച്ചത്. കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടെത്തുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിലോട്ട് ഇസ്ലാം വിശ്വാസികളും ക്രിസ്ത്യൻ വിശ്വാസികളും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും അൺപോൾഡ് വോട്ട്സിൻ്റെ എണ്ണം എടുക്കുമ്പോൾ, അതായത് പോൾ ചെയ്യാതെ വരുന്ന, അതായത് നോട്ടേ ഒന്നുമില്ല പോളിംഗ് ബൂത്തിലോട്ട് വരാതിരിക്കുന്നവർ ഹിന്ദു വിശ്വാസികളാണ് വോട്ട് ചെയ്യാതിരിക്കുന്നത്. എവിടെ നോക്കിയാലും വലിയൊരു ശതമാനം അൺപോൾഡ് വോട്ട്സ്. ഇത്തവണ അതുകൊണ്ട് സംഘത്തിന് ചാർജ് അവിടെ കൊടുത്തത് താഴെ തട്ടിൽ ബൂത്ത് തലത്തിൽ 5, 6, 7, 10 തവണ വീടുകളിൽ പോയി വോട്ടിന്റെ ഷെയർ വർദ്ധിപ്പിക്കുക. കാരണം ബാക്കി എല്ലാവരും എല്ലാ മതസ്ഥരും വോട്ട് ചെയ്യുന്നു, ഹിന്ദു മതസ്ഥർ വോട്ട് കുറച്ചാണ് വോട്ട് ചെയ്യുന്നത്. വോട്ട് ഷെയർ കൂടിയപ്പോൾ എന്ത് പറ്റി? ഛത്തീസ്ഗഡിന് കൈ വന്നു. എന്താ കുഴപ്പം? നമ്മുടെ ആൾക്കാർ വിശ്വാസികൾ വോട്ട് ചെയ്യുന്നില്ലായിരുന്നു. യുവമോർച്ചയാണ് ചാറ്റ് വിത്ത് യുവ സംഘടിപ്പിച്ചത്. കൊല്ലം പ്രസ് ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ നിരവധി യുവതി യുവാക്കൾ പങ്കെടുത്തു. ജനം, കൊല്ലം.